ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്നുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നവരാത്രി ആഘോഷത്തിൻ്റെ 6ാം ദിവസം. ശൈലപുത്രി ദേവിയുടെയും ബ്രഹ്മചാരിണി ദേവിയുടെയും ചന്ദ്രകാന്ത ദേവിയുടെയും കുഷ്മാണ്ഡ ദേവിയുടെയും സ്കന്ദമാതാ ദേവിയുടെയും കഥകളും ഐതിഹ്യങ്ങളും ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോസ് കാണാൻ ശ്രമിക്കാം. നവരാത്രി ആഘോഷത്തിൻ്റെ 6ാം ദിവസമായ ഇന്ന് നാം ആരാധിക്കുന്നത് മാ കാത്യായനി ദേവിയാണ്. നമുക്കപ്പോൾ കാത്യായനി ദേവിയുടെ കഥ കേൾക്കാം. പണ്ട് കാത്യായൻ എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹം കാത്യായൻ എന്ന് പറയുന്ന ആ ഒരു മഹർഷി തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കഠിനമായി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കാത്യായൻ മഹർഷിയുടെ പ്രാർത്ഥനയിൽ സംപ്രീതരായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കാത്യായൻ മഹർഷിക്ക് അത്ഭുതമായ ഒരു ശിശുവിനെ ലഭ്യമാകും എന്ന് വരദാനം നൽകി. ആ സമയത്ത് മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ട അസുരന്റെ പ്രവൃത്തികൾ കാരണം ദേവന്മാരും സന്യാസിമാരുമെല്ലാം പൊറുതിമുട്ടി. ദേവന്മാർ ഈ മഹിഷാസുരന്റെ ദുഷ്പ്രവൃത്തികൾ അവസാനിപ്പിക്കുന്നതിനായി പരിഹാരം ചോദിച്ച് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സമീപിച്ചു. അങ്ങനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ച് ഒരു സ്ത്രീ രൂപത്തെ സൃഷ്ടിച്ചു. അതീവ തേജസ്സുള്ള ഒരു സ്ത്രീ രൂപം, 1000 സൂര്യന്മാരുടെ തേജസ്. ആ കുഞ്ഞാണ് കാത്യായൻ മഹർഷിയുടെ മകളായി പിറന്നത്. അത് കാത്യായൻ മഹർഷിയുടെ മകളായി പിറന്നത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ പേര് കാത്യായനി എന്നായി. ഈ കാത്യായനിയുടെ ജന്മ ഉദ്ദേശം തന്നെ മഹിഷാസുര മർദ്ദനമാണ്. അതുകൊണ്ട് കാത്യായനിയുടെ മറ്റൊരു പേരാണ് മഹിഷാസുര മർദ്ദിനി. മഹിഷാസുരനുമായി യുദ്ധത്തിന് പുറപ്പെടാൻ നേരം മഹാദേവൻ കാത്യായനിക്ക് അതീവ ശക്തിയുള്ള ഒരു ത്രിശൂലം നൽകി. മഹാവിഷ്ണു സുദർശന ചക്രവും ബ്രഹ്മദേവൻ ജപമാലയും ജലപാത്രവും നൽകി. വരുണദേവൻ ശംഖും സൂര്യദേവൻ ആവനാഴിയും വായുദേവൻ വില്ലും കുബേരൻ ഗദയും നൽകി. അങ്ങനെ മറ്റു ദേവന്മാർ മറ്റ് അനുഗ്രഹങ്ങളും നൽകി. അങ്ങനെ കാത്യായനിയും മഹിഷാസുരനും തമ്മിലുള്ള യുദ്ധം അനേക നാൾ നീണ്ടു നിന്നു. മഹിഷാസുരനും കാത്യായനി ദേവിയും തമ്മിലുള്ള യുദ്ധം അനേകം നാൾ നീണ്ടു നിന്നു. ഒടുവിൽ കാത്യായനി ദേവി മഹിഷാസുരനെ വധിച്ചു. മഹിഷാസുരനെ വധിച്ച കാത്യായനി ദേവിയെ മഹിഷാസുര മർദ്ദിനി എന്നും അറിയപ്പെടുന്നു. ദുഷ്ടതയെ തുടച്ചു നീക്കിയ കാത്യായനി ദേവിയെ നവരാത്രി ആഘോഷത്തിലെ 6ാം നാൾ ആരാധിച്ചു പോരുന്നു. സിംഹമാണ് കാത്യായനി ദേവിയുടെ വാഹനം. കാത്യായനി ദേവിക്ക് 4 കരങ്ങളാണുള്ളത്. ഒരു കൈയിൽ വാളും ഒരു കൈയിൽ താമരയും, ഒരു കൈ കൊണ്ട് തന്നെ ഭക്തരെ അനുഗ്രഹിക്കുന്നു, മറു കൈ കൊണ്ട് അവരെ സംരക്ഷിക്കുന്നു. ഇതാണ് കാത്യായനി ദേവിയുടെ കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം.